Yes, good afternoon. Prayer. ഞാനാണ് മിസ്. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing, precious revering rain, over the hills and the valleys, sound of a burden of rain. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing, send them upon us, O Lord. Grant to us now a refreshing. Come and now honor the word. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Sri Lakshmi നന്നായിട്ടുണ്ട് കേട്ടോ. Thank you, Miss. Quote of the day. Today's പറയൂ. കേൾക്കുന്നില്ലേ? Quote of the day ആരാണ്? ഞാനാണ് മിസ്. Okay, please. കേൾക്കാമോ മിസ്? കേൾക്കാം. Today's thought is never stop trying, never stop believing, never give up, your day will come. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. Okay. Then signing. ഞാനാണ് ടീച്ചർ. ചെറിയൊരു കവിത ചൊല്ലിയിട്ട് സൈൻ ഇൻ ചെയ്യാം. ആദ്യം ടീച്ചറെയും എല്ലാരെയും വെൽക്കം ചെയ്യാണ്. അവൾ പുകയുന്നു അടുക്കള പോലെ എന്നാണ് കവിതയുടെ പേര്. അർക്കരശ്മികൾ തഴുകിയുണർത്തി അവളെ അടുക്കളയിലേക്കാനയിക്കും. അടുപ്പിൽ തിളച്ചു തൂവുന്നത് അവളുടെ നിർമ്മല സ്നേഹമത്രയും. എങ്കിലും ചിമ്മിനിയിലൂടെ വിണ്ണോടു ചേരും പുക അവളുടെ നൊമ്പരങ്ങളല്ലയോ. മോഹങ്ങളും സ്വപ്നങ്ങളും വെട്ടിനുറുക്കി അവിയലാക്കി പരിഭവങ്ങളെ തോരനാക്കി. എത്ര ചിരകിയാലും തീരാത്തതവളുടെ ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയ ആത്മരോഷം. അവളൊരു പൊട്ടിപ്പെണ്ണ്, അവളൊരു പൊട്ടിപ്പെണ്ണ്, മിക്സിയുടെ മൂളിൽ കൂട്ടിയിട്ട് വിങ്ങലുകളെ സ്വതന്ത്രമാക്കും. എത്ര അലക്കിയിട്ടും എത്ര അലക്കിയിട്ടും പെൺമയില്ലാത്ത നൊമ്പരങ്ങളുടെ വിഴുപ്പലക്കും അവൾ
വെണ്മയില്ലാത്ത നൊമ്പരങ്ങളുടെ വിഴുപ്പലക്കും ഊണുകാലമാകുമ്പോൾ ഒട്ടുമിക്ക കറിയിലും ഉപ്പു കൂടിയതെങ്ങനെ? ചോറു പരുവമായില്ലത്രേ, തോരന്നു രുചിയില്ലെന്ന്, അവിയലോ വെന്തില്ലെന്ന്, അത്രമേൽ വെന്തുപോയവൾ പുകയുകയാണ് അടുക്കള പോലെ. പുകപടലങ്ങളായി അവൾ ഉരുകിയില്ലാതെയാകുന്നു വീണ്ടും ഇങ്ങനെ. ഓക്കെ, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ ദിശ, താങ്ക് യു ടീച്ചർ. നല്ല കവിത. താങ്ക് യു ടീച്ചർ. അതെ, പ്രസിദ്ധീകരിച്ചാണ്. ദിശയുടെ പുസ്തകങ്ങൾ എവിടെ അവൈലബിൾ ആവുന്നത്? എന്റേതായ പുസ്തകം ഇറക്കിയിട്ടില്ല. ഒരു പുസ്തകം ഇപ്പൊ പണിപ്പുരയിലാണ്, വേരറ്റ് പോകും മുൻപേ. അല്ലാതെ അത് കവിതാ സമാഹാരം, പിന്നെ ഒരു ഓർമ്മകൾ മാത്രമായിട്ടുള്ള ഒരു പുസ്തകം ഇറങ്ങാൻ പോകുന്നത്, എന്റെ വിഷാദ സന്ധ്യകൾ. അതും ഒരു പുസ്തകം, ഒരു പബ്ലിഷേഴ്സ് ചോദിച്ചിരിക്കുകയാണ്, ഹരിതം ബുക്സ്. അപ്പൊ അത് ആലോചിച്ചിട്ട് ചെയ്യാമെന്നുള്ളൊരു റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാമെന്നുള്ളൊരു ചിന്തയിലാണ്. അല്ലാതെ പിന്നെ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗാന്ധി ഭവനിലെ അന്തേവാസികള്, ഇപ്പൊ 100 അന്തേവാസികളുടെ മനോരഥങ്ങളിലൂടെ എന്നുള്ളൊരു പുസ്തകം. ഇനി ആരും ഇങ്ങനെ അമ്മമാരെയും അച്ഛന്മാരെയും ഉപേക്ഷിക്കാതിരിക്കണം എന്നുള്ള ഒരു ചിന്തയിൽ എഴുതാൻ ഉദ്ദേശിക്കുന്നതാണ്. അതിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോവും, ഒരു 2 ദിവസവും 3 ദിവസവും സ്റ്റേ ചെയ്യും, കുറച്ചു പേരുടെ അടുത്ത് ഇരുന്നു താമസിച്ച് അവരുടെ കാര്യങ്ങൾ പഠിച്ച്, അങ്ങനെ ഒരു 15 പേരോളം ആയി. ദിശ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അദ്ദേഹത്തിന്റെ എല്ലാ സൃഷ്ടികളും മറ്റ് അല്ലെങ്കിൽ കവികളിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലെ? കവികളിൽ നിന്നും കവിതകളിൽ നിന്നും വ്യത്യസ്തമാണ്. അതേ ശൈലി പിന്തുടർന്ന് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന്റെ അതേ സ്ലാങ്ങിലാണോ ഉദ്ദേശിക്കുന്നത് ടീച്ചർ? നമ്മളിപ്പോ പാന്തമേടാണെന്ന് പറഞ്ഞ ആ കഥ, അതെങ്ങനെയാ? അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എല്ലാം ജീവിതാനുഭവങ്ങളിലൂടെയാണ് അദ്ദേഹം ഇരിക്കുന്നത് അല്ലെ? അതെ അതെ. പക്ഷെ നമ്മൾക്ക് ഇപ്പോഴും ആ കഥയിലെ ഓരോ സന്ദർഭങ്ങൾ അതേപോലെ തന്നെ മനസ്സിൽ നിലനിൽക്കുന്നതാണ് അല്ലെ? അത് ആ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഭാഗം അങ്ങനെയാണ്, പ്രസന്റേഷൻ അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ. അപ്പൊ ഇനി അങ്ങനെ ഒരു രീതിയോ അല്ലെങ്കിൽ ആ ഒരു ശൈലി തുടരാനുള്ള ഒരാൾ ഇല്ല അല്ലെ? ഇല്ല. അപ്പൊ നമ്മള് വരും തലമുറകൾക്ക് ഇനി അതേപോലത്തെ ശൈലികൾ കിട്ടണം, അത് മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കണം. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു, അതായത് പിന്തുടർന്നു വന്ന കഥകളാണെന്നുള്ളത് കിട്ടുകയും വേണം. പറഞ്ഞാൽ ശരിയല്ലേ ദിശ? അപ്പൊ ആ വഴിക്ക് കൂടി ഒന്ന് ചിന്തിക്കണം കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ കഥകൾ ഇഷ്ടമാണോ? ദിശയ്ക്ക് ഇഷ്ടമാണോ? അതെ, വായിച്ചതാണ്. അത് എന്താണ്, സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലാണ് അല്ലേ? അതെ, സാധാരണക്കാരെ മനസ്സിലാക്കുന്ന രീതിയിൽ. അതോടൊപ്പം തന്നെ അതിനൊരു എന്താ പറയാ, ആത്മാവുണ്ട് ടീച്ചർ. എല്ലാ എഴുത്തിലും ഒരു ആത്മാവുണ്ട്. മറ്റുള്ളവർക്ക് എഴുത്തുകാരൻ എന്താണോ എഴുതുന്നത് അത് വായിക്കുന്നവന്റെ ഉള്ളില് അവന്റെ അനുഭൂതിയായിട്ട് തോന്നണം, എങ്കിൽ മാത്രമേ ആ രചന നിലനിൽക്കൂ. അങ്ങനെ ചുരുക്കം ചിലരിലെ ഏറ്റവും അതായത് വായനക്കാരെ ഏറ്റവും അധികം ആകർഷിച്ചൊരു വ്യക്തിയാണ് ബഷീർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ലാങ് എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു കഴിവാണ്. അത് നമ്മൾ എത്രത്തോളം അതിനെ നമ്മൾ പിന്തുടരാൻ പറ്റും എന്നുള്ളത് അറിയില്ല. പക്ഷെ നമുക്ക് അതിന് മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കഥകൾ പോലെ ആ ഒരു ശൈലി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കഥയോ കവിതയോ സൃഷ്ടിക്കാൻ ദിശയ്ക്ക് പറ്റും. ആലോചിച്ചാൽ മതി, സമയം എടുത്ത്. അത് ഞാൻ പറഞ്ഞു തന്നുള്ളൂ, കണ്ടന്റ് എന്ന രീതിയിൽ പറഞ്ഞു തന്നോളൂ. ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് അല്ലെ? അതെ അതെ. കാരണം ഇനി ഒരാളില്ല അദ്ദേഹത്തെ പറ്റി എഴുതാനായിട്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഥകളിൽ നമുക്ക് ആ കുറച്ചല്ലേ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളൂ, അത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ മറ്റുള്ളവർ ശരിക്കും പറഞ്ഞാൽ കുറെ പേരെ അംഗീകരിക്കും. അങ്ങനെ ഒരു സമാധാനം പുറത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ എല്ലാം മലയാള സാഹിത്യത്തിന് തന്നെ നല്ലൊരു ഇതായിട്ടുള്ളത് തോന്നുന്നു. ദിശയുടെ പാട്ട് ഞാനിവിടെ കുറെ പേരെ കേൾപ്പിച്ചു കിട്ടാം.
നല്ല രസമുണ്ടോ കേൾക്കാൻ? താങ്ക് യു ടീച്ചർ, താങ്ക് യു. ടീച്ചറെ ഞാൻ ഇൻസ്റ്റയില് റിക്വസ്റ്റ് വിട്ടിട്ടുണ്ട്, അപ്പൊ ടീച്ചറെ ഷാമിനെയാണോ പേര്? കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഷാം തന്നെയാണോ പേര്? അതെ അതെ, RJ ജിഷ. ഓ ആച്ചി ജിഷ, അത് ഈ ജിഷയാണോ? അതെ അതെ, ഈ പാവപ്പെട്ടവളാണ്. നിങ്ങളിത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ, എല്ലാവരോടും കൂടിയാണ്. കേൾക്കുന്നുണ്ടോ? ഇല്ല ടീച്ചർ, ഇല്ല, കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ട് മിസ്സേ. ചെറുതായിട്ട് എന്തോ കേൾക്കുന്നതേ ഉള്ളൂ, ക്ലിയർ അല്ല. ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്, ക്ലിയർ അല്ല. ആ നാടൻ പാട്ടാണോ പക്ഷേ അത്? കേട്ടു, ഇപ്പൊ മനസ്സിലായി. കേൾക്കാമോ? ഇപ്പൊ കേക്കാം. ഇത്രേ ഉള്ളൂ. ഞാൻ ഇന്നലെ പാടിയപ്പോൾ കഴിഞ്ഞ ദിവസം പാടിയപ്പോൾ റെക്കോർഡ് ചെയ്തതാ. അത് കൊള്ളാം ടീച്ചർ, താങ്ക് യു. പക്ഷേ അത് കേൾക്കുമ്പോ നല്ല രസമാണ് കേൾക്കാൻ. എക്സസൈസ് ചെയ്യും. ടീച്ചറെ, ദോഷിക്കാം. കുറച്ച് കുട്ടികളെ ഗ്രൂപ്പിൽ വന്നിട്ട് പറയണ്ടായിരുന്നേ, ടീച്ചർമാർക്കൊക്കെ ഒന്ന് നമ്പർ തന്ന എന്താ പ്രശ്നം? നമ്മുടെ ജിഷ മിസ് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ആതിര മിസ്സിനൊക്കെ ഒന്ന് നമ്പർ തന്നൂടെ എന്നുള്ള രീതിയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു. നമ്പർ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതോ? അതാണ്. അങ്ങനെ പറഞ്ഞു. ജിഷ മിസ് ആദ്യം പറഞ്ഞു നമ്പർ കൊടുക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് സാറുടെ കയ്യിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ട് ടീച്ചർ നമുക്ക് നമ്പർ തന്നു. കാരണം ഇത് പണ്ടത്തെ കാലമല്ലല്ലോ, ഇപ്പൊ മോഡേൺ ഇതല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ ഓരോ ചർച്ചകളുണ്ടായിരുന്നു. ടീച്ചർ LKG ആരും അങ്ങനെ പിള്ളേർ വിളിച്ച് വീട്ടിൽ വന്നിട്ട് ശല്യപ്പെടുത്തൊന്നുമില്ല. ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ടീച്ചറുമായിട്ട് കത്തിയടിക്കുന്ന കാലമാണ്. ശരിയാണ്. ഞാന് വീട്ടിൽ ക്ലാസ് കഴിയുമ്പോഴേക്കും വരാനുള്ള ഒരു മൈൻഡിലായിരുന്നു. അപ്പൊ അതായിരിക്കും നല്ലതെന്നാണ് വിചാരിച്ചത്. പിന്നെ ടീച്ചർ വിചാരിക്കും എല്ലാരും വിളിച്ചാലോ, ടീച്ചർക്ക് ശല്യമായല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവില്ലേ? ശരിയില്ല. നിങ്ങൾക്ക് അറിയോ, ഞാൻ എത്രയോ മുമ്പ് പഠിച്ച സ്കൂളിലുള്ള കുട്ടികൾ ഇപ്പോഴും എന്തോരം കോണ്ടാക്ട്സ് ഉണ്ടെന്ന് അറിയോ? പക്ഷെ ജിഷ മിസ്സിന്റെ നമ്പർ തന്നെങ്കിലും ഞങ്ങൾ അങ്ങനെ വിളിക്കാറൊന്നുമില്ല. എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കും, അങ്ങനെ. അപ്പൊ ടീച്ചർ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്ന് ചോദിച്ചു നോക്കി നമ്പർ കൊടുക്കാൻ പറ്റുമോ? ചൊവ്വയും വ്യാഴവും നമ്മൾ കാണുന്നില്ലേ? ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം, അതിൽ മെസ്സേജ് ചെയ്യാം. എന്റെ ഇൻസ്റ്റാഗ്രാം ID ജിഷയ്ക്ക് അറിയാം. ആതിര KS. അതെ, ആതിര KS. പച്ച ചുറ്റുകൊണ്ട് കൊടുത്ത ഒരു ഫോട്ടോ. തത്തമ്മ പച്ച ബ്ലൗസും നേരിയ സാരിയും എടുത്ത് ക്ഷേത്രത്തിന്റെ വിളക്ക് കത്തിക്കുന്ന, പിൻവിളക്കുകൾക്ക് കത്തിക്കുന്ന ശ്രീരാമസ്വാമി ക്ഷേത്രമാണത്. നമ്മൾ ഇതിന് പോവില്ലേ, നാലമ്പലം പോവുമല്ലോ. എടുത്ത ഫോട്ടോ അത് ഞങ്ങള് തിരുവാതിരയുടെ യൂണിഫോം ആണ് കേട്ടോ. ആഹാ, കൊറേ അമ്പലങ്ങളിൽ തിരുവാതിര അടിച്ചിട്ടുണ്ട്. ഓരോ കളിക്കും ഓരോ യൂണിഫോം ആയിരിക്കും. ടീച്ചർ ഡാൻസർ ആണെന്നുള്ളത് ഞങ്ങളത് കണ്ടപ്പോ മനസ്സിലായി അന്നത്തെ പരിപാടിക്ക്. ഭയങ്കര ഡാൻസ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല സഫിയ. പിന്നെ ഒരു അലിഞ്ഞു ചേർന്ന ഒരു ഇതാണ്, ഞാൻ നടക്കുമ്പോൾ ഡാൻസ് നടക്കും. അങ്ങനെയായിപ്പോയി. ഞാൻ ഫോക്ക് ഡാൻസ് പഠിച്ചതാണ് ടീച്ചർ, 7-8 വർഷം. ആണോ? ഫോക്കൊന്നും എനിക്കറിയില്ലല്ലോ. തിരുവാതിര ഭയങ്കര ഇഷ്ടമാണ്. കൈകൊട്ടിക്കളി നന്നായിട്ട് കളിക്കും. തിരുവാതിരയും ഇഷ്ടമാണ്. തിരുവാതിരയുടെ കാര്യം ലക്ഷ്യാന്ന് പറഞ്ഞത് സോഷ്യൽ അതെ 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 അതെ. എനിക്ക് മിസ്സിന്റെ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാ. മിസ്സിന്റെ ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമുണ്ട്, എല്ലാം നല്ല കളേഴ്സാ. എല്ലാം നല്ല കളേഴ്സ്, എല്ലാം നല്ല പഴക്കമുണ്ടോ അറിയോ? ഞാൻ എന്റെ +1+2 മുതൽ യൂസ് ചെയ്ത ഡ്രസ് വരെ ഞാൻ ഇട്ടിട്ട് വരാറുണ്ട്. വലുതാവാത്തതുകൊണ്ട് പക്ഷെ നല്ലതാ, നല്ല രസമുണ്ട് എല്ലാം. നല്ലൊരു പ്രത്യേക തരം കളർ കോമ്പിനേഷനാ എല്ലാം.
മിസ് അപ്പോഴും ഇപ്പോഴും ഒരേപോലെ ആയിരിക്കും അല്ലേ? എന്താണ് അതെ, എനിക്ക് വലിയ വ്യത്യാസം വരാനില്ല. ഹൈറ്റും കുറവാണ്, പൊക്കമില്ല, പൊക്കില്ല. പിന്നെ അധികം വണ്ണമൊന്നും വെക്കില്ല. വെച്ചാൽ തന്നെ ഞാൻ അത് കുറച്ചുള്ളൂ. ഒരു 48 മേലെ ഒരിക്കലും ഞാൻ അങ്ങനെ പോവാറില്ല, പോവില്ല. ഹൈറ്റും കുറവാണ് ഇവിടെ. ടീച്ചർ എത്രയുണ്ട്? ഒരു 146 സെന്റിമീറ്റർ കാണുമോ? 146. 145. ഞാനും അത്ര. പക്ഷെ ഞാൻ തടിയുണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ചിലർക്ക് പൊക്കം കുറവാണെങ്കിലും പൊക്കം തോന്നിക്കും ചില ശരീരപ്രകൃതി. പൊക്കമില്ലാന്ന് പറയല്ലേ, എന്തൊരു കളിയാക്കിച്ചിട്ടുണ്ട്. പിന്നീട് മനസ്സിലായത് കളിയാക്കിക്കോട്ടെ. നീ ഒന്ന് ദിവ്യാസിലോചനുള്ള പൊക്കം ഉള്ളതാണോ? ദിവ്യ അല്ലേ? കേട്ടിട്ടില്ല. കേട്ടില്ല. ദിവ്യക്ക് നല്ല ഹൈറ്റ് ഇല്ലേ ദിവ്യ? അയ്യോ, എനിക്ക് ക്ലിയർ ആവുന്നില്ല എന്താ പറയണേന്ന്. ദിവ്യക്ക് നല്ല ഹൈറ്റ് ഇല്ലേ എന്നാണ് ടീച്ചർ ചോദിക്കുന്നത്. എനിക്കാ എവിടെ, ഞാനൊരു കുട്ടി മനുഷ്യത്തെയാ. നമ്മള് 5'1" കഷ്ടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ദിവ്യ ഏകദേശം ഒരു 155 156 കാണും സെന്റിമീറ്റർ. അതെ അതെ, 152 151 ഉണ്ടെങ്കിൽ ഭാഗ്യം ഞാൻ വിചാരിക്കും. സഫിയും അത്ര പൊക്കമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഫർസൂനെ കാണുമ്പോ പൊക്കമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയാന്ന് അറിഞ്ഞൂടാ ഫർസാനെ. നിശ്ചയം അത്യാവശ്യമുണ്ട്. എല്ലാവരും സംസാരിക്കാറുണ്ടോ? വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകുക? സംസാരേ ഉള്ളൂ ടീച്ചർ, വേറെ ഒന്നും. ആക്റ്റീവാണ്. നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും പറഞ്ഞു തരുന്ന കുറച്ച് പേരുണ്ട്. നമ്മൾ ഈ വല്ലപ്പോഴും മാവേലി പോലെ ക്ലാസ്സിൽ കയറിയിരുന്ന സമയത്ത് നമുക്ക് ഈ ക്ലാസ്സിന്റെ ലിങ്കുകൾ ഓരോ പോർഷൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നവർ വരെയുണ്ട്. സഫിയ, ദിവ്യ, അങ്ങനെ ഒത്തിരി പേര് എപ്പൊ സംശയം ചോദിച്ചാലും പറഞ്ഞു തരും. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പറയും ഞാൻ ക്ലാസ്സിലേ വന്നിട്ടില്ല, അടുത്തത് എന്താടാന്ന് ചോദിച്ചാൽ തന്നെ ഒരു മടിയില്ലാതെ A to Z പറഞ്ഞു കൊടുക്കും ഇവരെല്ലാരും. നല്ല കാര്യം. പിന്നെന്താണ്, നിങ്ങളുടെ നോമ്പൊക്കെ തീരാറായോ? തീരാറായി ടീച്ചറെ. ഞാൻ ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ലീവ് തരുമോ ചോദിച്ചിട്ട്. ലീവ് തരുമോ ചോദിച്ചിട്ട് വിളിച്ചു. ഒരാഴ്ച ലീവ് തരും, കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആയില്ലേ, അപ്പൊ ഞങ്ങൾക്കൊരു ലീവ് തന്നോടെ ഒരാഴ്ച, പെരുന്നാളൊക്കെ അല്ലേ വരുന്നെന്ന് പറഞ്ഞു. ഇപ്പൊ അവര് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം. 5 ദിവസം ചോദിച്ചു, ഞാൻ പറഞ്ഞു പറയല്ലേ. ശരി, 31 ഏകദേശം നിലാവ് കാണുമല്ലേ? 31 തീയതി കൊണ്ട് ഏകദേശം തീരും. ഇതെവിടെയായിരുന്നു കുറെ ദിവസമായിട്ട് കണ്ടിട്ട്? ഞാൻ ഇവിടെ നിങ്ങളെല്ലാം പറഞ്ഞ കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഇതൊരു എക്സ്പ്രസ് ആണ്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? കുറച്ചെടുത്ത് പിന്നെ കാണില്ല അല്ല? എന്താ പോയി ഞാൻ പറഞ്ഞതേ. ഇടയ്ക്ക് ഒരു വെടിവെപ്പ് പോലെയാണ് ഹിതയുടെ കാര്യം. പിന്നെ ഹിത പോയി ആലോചിച്ചിട്ട് വരും എന്താ ഞാൻ അങ്ങനെയൊക്കെ ആലോചിച്ച് കുറെ സമയങ്ങളിൽ പിന്നെയും പൊക്കി വരും. ഇത് ചെറിയ കുട്ടിയാണോ? അല്ലല്ലോ. എനിക്ക് 22 വയസ്സാവണു ഈ April 7-ന്. ചെറുതാ. അപ്പൊ നമ്മളെ സംബന്ധിച്ചാൽ ചെറിയ കുട്ടിയാണ്. ഇത് മാരീഡ് ആണോ? അല്ലല്ല. വെരി ഗുഡ്. ഓക്കെ, നമ്മള് ബ്ലാക്ക് കോഴ്സിന്റെ ടൈപ്സ് പറഞ്ഞു. ഏതൊക്കെ ടൈപ്പാണ് പറഞ്ഞത്? പേര് മാത്രം ഒന്ന് പറഞ്ഞേ. പെൻസിൽ ട്രീ കാണിക്കാത്തവരുണ്ടായിരുന്നു. പെൻസിൽ ട്രീ കാണിക്കാത്തവരൊന്ന് കാണിക്കാറുണ്ടേ. ടീച്ചർ, എന്റെ ക്യാമറ കഴിഞ്ഞ ദിവസം എത്ര ഓൺ ആക്കിയിട്ട് ക്യാമറ, പക്ഷെ ഞാൻ വീഡിയോ ഓൺ ആണ്, പക്ഷെ അത് വരുന്നില്ല. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഇനി ഗൂഗിളിൽ എന്തെങ്കിലും പെർമിഷൻ വല്ലതും ഉണ്ടോ എന്തോ ക്യാമറയുടെ, അറിയാൻ വയ്യ. അതുമല്ല, ഞാൻ ഓല കൊണ്ടുള്ള ഒരു കുടിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ടീച്ചർ കാണിച്ചു തരും. പക്ഷെ എനിക്ക് കാണിക്കാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം. നോക്കാം ടീച്ചർ, ട്രൈ ചെയ്ത് നോക്കാം. ടീച്ചർ, ഞാൻ ജിഷ മിസ്സിനെ അയച്ചു കൊടുത്തിട്ടുണ്ട്, അവൾ ഉണ്ടാക്കിയ കുടില്. ഇപ്പൊ ടീച്ചർ നമ്പർ തന്നിട്ടില്ലല്ലോ, പിന്നെ ഞാൻ അങ്ങനെ അയക്കുക?
നമ്മുടെ ജിഷ മിസ് ഇല്ലേ, ആ ടീച്ചർക്ക് ഓലന്റെ പേര അയച്ചു കൊടുത്തിട്ടുണ്ട്. വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട് മിസ്സേ. പറഞ്ഞിട്ട് ഈ പോലില്ലെങ്കിൽ അതൊന്ന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യ്, അപ്പൊ എല്ലാവർക്കും കാണാലോ. മിസ്സേ ജിഷ അത് ഉണ്ടാക്കുന്നത് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ തരുന്ന വർക്കുകൾ എനിക്ക് തന്നെ കാണിച്ചു തരുന്നുണ്ട്. അവരത് അറിഞ്ഞിട്ട് പോലുള്ള അങ്ങനെ ഒരു വർക്ക് കൊടുത്ത കാര്യം കേട്ടോ. ഓരോരുത്തരും ഓരോ ഇഷ്ടത്തിന് ഓരോരുത്തരുടെ കണ്ടിട്ട് വെച്ചിട്ടാണ് ആക്ടിവിറ്റി തന്നത് കേട്ടോ. സഫിയ ടീച്ചറെ നമ്പർ സഫിയ ഇല്ലാത്തോണ്ട് സ്ക്രീൻ ഞാൻ ഒന്ന് എന്തിനാണ് ഷെയർ അയച്ചു ചെയ്യ്. കൊടുത്തത്? ടീച്ചറെ അടുത്ത് എന്തായാലും ആതിര മിസ്സിന്റെ നമ്പർ ഉണ്ടാവില്ല, അപ്പൊ അയച്ചു കൊടുക്കുവോ ചോദിക്കാൻ വേണ്ടി അയച്ചു കൊടുക്കുന്നു. നിങ്ങളോട് ഇവിടെ പ്രസന്റ് ചെയ്യാനാണ് പറഞ്ഞു തരുന്നത് ആക്ടിവിറ്റീസ് കേട്ടോ. കുഴപ്പമില്ല, അയച്ചു വെച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മിസ് എന്താന്ന് ഓർക്കും, മിസ് കൊടുത്ത ആക്ടിവിറ്റി ആണെന്നൊക്കെ മിസ് തന്നെ പിന്നെ ചിന്തിക്കും. കാര്യം പറഞ്ഞിരുന്ന സഫിയ. അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. ഞാൻ ടീച്ചറെ അടുത്ത് പറഞ്ഞു, ഈ ടീച്ചറാണ് തന്നത്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കാണിക്കൂ. കാണിക്കൂ. ക്യാമറ ഓൺ ചെയ്ത് കാണിക്കൂ. ജിഷ എവിടെ പോയി? മിസ് വേറെ കണ്ടോ മിസ്? കണ്ടോളൂ. പെൻസിലിന്റെ മോനെ എവിടെയാണ് കാണിക്കും? താഴെയാണല്ലേ. ഓക്കെ, കൊള്ളാലോ. ഒട്ടിച്ച് എങ്ങനെ വരച്ചേക്കണേണോ? ഇത് പെൻസിലിന്റെ തന്നെ ഷാർപ്പ് ചെയ്തതാണ് ഒട്ടിച്ചേക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഞാൻ കാണിക്കാവേ. ഓക്കെ. ആരാണ്? ചിലു ചിരു. കാണാവോ? ഇല്ലടോ, ചിലുവിന് കാണാൻ നമുക്ക്. ക്യാമറ ഓഫ് ചെയ്തോ? കാണാമോ? ഇല്ല, ഒന്നും കാണുന്നില്ല. ഒന്നും കാണത്തില്ല. ചിലുവിന് മാത്രം കാണാം. ആ പ്രൊഫൈൽ പിക്ചർ മാത്രം കാണാം. ഇപ്പൊ നോക്കിയോ മിസ്സേ? ഇല്ല, ചിലു കാണുന്നില്ല. അശ്വതിയുടെ കാണാം. അശ്വതി അനീഷ്. അശ്വതി. ഇതാണോ അശ്വതി? ഒന്ന് വിളിക്കും. അശ്വതി ഒന്ന് കാണട്ടെ. കൊള്ളാട്ടോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. A4 ഷീറ്റിലാണോ? അതെ. ഓക്കെ, വെരി ഗുഡ്. നല്ല ഭംഗിയുണ്ട്. ഓക്കെ മിസ്, താങ്ക് യു. ടീച്ചറെ ഒന്ന് പിൻ ചെയ്യോ? ഞാൻ കണ്ടില്ലല്ലോ, ഒന്ന് കാണിച്ചു തരുമോ? ഒന്നും കൂടി കാണിക്കാൻ പറയോ? എന്താണ്? ക്ലിപ്പ് കാണിച്ച ആളുടെ അടുത്ത് ഒന്നുകൂടി കാണിക്കാൻ പറയോ? ഞാൻ കണ്ടില്ല. ശരിയാണ്. ചിലു കാണുന്നില്ല കേട്ടോ. മിസ്സേ ഞാൻ കാണിക്കട്ടെ? കാണിച്ചു. നിങ്ങൾ പറയണ്ട, കാണിച്ചു ഓരോരുത്തരെ. ഇത് കൊള്ളാലോ. പെൻസിലിന്റെ വെറൈറ്റി. അതെന്താ? പെൻസിലിന്റെ ചെത്തിയത് ഒട്ടിച്ച് വെച്ചോ? പെൻസിലിന്റെ മോനെയും. സൂപ്പർ. മേളിലോട്ട് കാണിച്ച് കാണുന്നില്ല. മേളിലേക്ക്. ഓക്കെ, മുകളിൽ എന്താ വെച്ചിരിക്കുന്നേ? ആൽഫബറ്റ്സ് എഴുതിയിട്ടില്ലേ? എഴുതിയിട്ടുണ്ട്. ഓക്കെ. നമ്മൾ ഈ പച്ച കളർ സെലക്ട് ചെയ്യുമ്പോ അതെല്ലാം അല്ലെങ്കിൽ കാണുന്ന കളറിൽ പെൻസിൽ പേന ഉപയോഗിച്ച് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ പച്ചയിൽ ചിലത് എഴുതി കഴിയുമ്പോൾ കാണില്ല. നന്നായിട്ടുണ്ട്. താങ്ക് യു മിസ്. ഞാനാണ്? ഞാൻ കാണിക്കാം. ശ്രീലക്ഷ്മി. എല്ലാം വ്യത്യസ്തമാണ് കേട്ടോ. വെരി ഗുഡ് ശ്രീലക്ഷ്മി. താങ്ക് യു മിസ്. മിസ്സിനെ കാണാമോ? പ്രിൻസി എവിടെ? ഒട്ടിച്ചു അല്ലേ? ലീഫ് ഒട്ടിച്ചാണോ? അല്ല, വരച്ചതാ പെൻസിലുണ്ട്. അതല്ലടാ ഞാൻ ചോദിച്ചത് ഇതാണ്. ലെറ്റേഴ്സ് ഒട്ടിച്ചല്ലേ വെച്ചിരിക്കുന്നത്? ലെറ്റേഴ്സ് ആണോ ചോദിക്കുന്നത്?
അത് ആ പേപ്പർ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ ചാർട്ടിലാണോ ഉള്ളിൽ ചാർട്ടാണോ വരച്ചു. ആ പെൻസിൽ എവിടെ പെൻസിൽ ഇത് നോക്കി കാണിച്ചേ കുറച്ചുകൂടെ. ആ ഓക്കെ യെസ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ താങ്ക് യു. മിസ് ഞാൻ ഒന്നോടെ നോക്കാവേ, നോക്കാം. കാണാവോ മിസ്സേ? മുഫീദയുടെ കാണാം, ചിരുവിന്റെ കണ്ടിട്ടില്ല കേട്ടോ. കാണാൻ പറ്റത്തില്ല അല്ലേ? ആൽഫബറ്റ് ട്രീ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? നൈസ്. ക്രയോൺസ് ആണോ ഉപയോഗിച്ചിരിക്കുന്നത്? ആ ക്രയോൺസ്. ഓക്കെ ശരി. ചിലുവിന്റെ ഇന്നലെ പറ്റിയ പോലെ തന്നെ. എന്താണ് മനീഷ? ഞാൻ കാണിച്ചോട്ടെ? കാണിക്കൂ. കാണാവോ? കാണുന്നില്ലല്ലോ, റേഞ്ചിന്റെ പ്രശ്നമുണ്ടോ? കാണുന്നില്ല. കാണുന്നില്ല. ചിലുവിന്റെ അതെ, മനീഷയുടെ അതെ കാണുന്നില്ല. സഫിയ റെഡി ആക്കിയിട്ടുണ്ടോ? എന്റെ കാണുന്നുണ്ടോ മിസ്സേ? ഇല്ല. ഇന്നലെ കാണിച്ചില്ലേ ടീച്ചറെ? കണ്ടില്ലേ? ടീച്ചർ പറഞ്ഞില്ലേ അനിമൽസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരുടെ ഇല്ല. സഫിയയുടെ കണ്ടായിരുന്നു മിസ്സേ നമ്മള്. ആനിമൽസ് ഒക്കെ വെച്ച് ഹിന്ദി നോട്ട്ബുക്കിനെ പോലെയാന്ന് പറഞ്ഞില്ലേ? ആ സഫിയ കഴിഞ്ഞ ക്ലാസ് കാണിച്ചു അല്ലേ? അല്ലാതെ ഓല കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ എന്തേ അതെവിടെ? അത് ജിഷയല്ലേ ഉണ്ടാക്കിയത്, ഞാനല്ല. വേറെ ആരൊക്കെയോ ബാഗോ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട്, വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കണം എന്ത് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട്. ഞാൻ മനസ്സിലായില്ല മിസ്സേ. ആരെയും കാണുന്നില്ലടോ നിങ്ങള്. ആരെയും കാണുന്നില്ല. കഴിഞ്ഞ തവണ എനിക്കും ഉണ്ടായിരുന്നു ഈ പ്രശ്നം. ഏറ്റവും പ്രശ്നം തലത്തിൽ. ആ ഷാരിബേട് ഇപ്പൊ കാണാട്ടോ. ഷാരിബല്ല വിനീത. കാണുന്നില്ല. നെറ്റ് ഇഷ്യൂ ആയിരിക്കും, കുഴപ്പമില്ല, നമുക്ക് വേറെ ക്ലാസ്സിൽ കാണിക്കാം കേട്ടോ. ഓക്കെ ടീച്ചർ, അത് എന്തോ സെറ്റിങ്സ് മാറി കിടക്കണം തോന്നുന്നു, അതാണ്. ഒന്ന് ചെക്ക് ചെയ്യണോട്ടോ നിങ്ങള്. ഓക്കെ ഓക്കെ. നമ്മളെ ബ്ലാക്ക് ബോർഡ് ഏതൊക്കെയാണ് പഠിച്ചത്? ഒരു കാര്യം ചോദിച്ചോട്ടെ മിസ്, നമ്മളെ MT6 PG ക്ലാസ് തുടങ്ങിയോ? ഫിസിക്സിന്റെ ഇല്ല, ക്ലാസ് തുടങ്ങിയിട്ടില്ല. പറയാം കേട്ടോ. ജോയിൻ ചെയ്യാനാണോ? എല്ലാ മിസ്സേ, നമുക്ക് ഇത് ക്ലാസ് റൂമിൽ PGന്റെ ക്ലാസ് വന്നിട്ടുണ്ട്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞതല്ല, ക്ലാസ് അശ്വതി മിസ്സിന്റെ ഇന്നലത്തെ 2:30 അശ്വതി മിസ്സിന്റെ ക്ലാസ് വന്നേക്കുന്നത് ക്ലാസ് റൂമില്. ഞാൻ ഇന്നലെ മെസ്സേജ് ഇട്ടിരുന്നു, അപ്പൊ അവര് പറഞ്ഞത് ഒഫീഷ്യൽ ആയിട്ട് മെസ്സേജ് ചെയ്ത് അറിയിക്കും തുടങ്ങുമ്പോന്നാ. അറിയിക്കും കേട്ടോ. ഓക്കെ മിസ്. Yes, wall made border, wall fixed border, stand border, rolling border, screen border. Okay. ഇനി using the blackboard. പറഞ്ഞല്ലേ നമ്മള് using the blackboard പറഞ്ഞു. How to arrange blackboard തുടങ്ങിയിരുന്നു അല്ലേ? Okay. How to arrange the blackboard. If it is normal light, it should not be from the back side of the board or particularly from the opposite of the board. Side lighting is preferable. But do not from both sides. Glare may come. ഇനി എങ്ങനെയാണ് നമ്മള് ബ്ലാക്ക് ബോർഡ് അറേഞ്ച് ചെയ്യേണ്ടത്? എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി. അത് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് പറയുന്നത്. If it is normal light, it should not be from the back side of the board. ലൈറ്റിംഗ് സംവിധാനം എവിടെ നിന്നായിരിക്കും വരേണ്ടത്? സൈഡിൽ നിന്ന് വരണം. ഫ്രണ്ടിൽ നിന്നാണോ, ബാക്കിൽ നിന്നാണോ, സൈഡിൽ നിന്നാണോ? സൈഡിൽ നിന്ന് വരണം. അതായത് ബോർഡിന്റെ പിൻവശത്ത് നിന്നോ അല്ലെങ്കിൽ മുൻവശത്ത് നിന്നോ ആയിരിക്കരുത് ലൈറ്റ് വരയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരരുതെന്ന് പറയുന്നത്? അപ്പൊ ഒരു തെളിങ്ങിയ മരക്കല്ലേ കാണാം. ഇനി സൈഡ് ലൈറ്റിംഗ് ഈസ് പ്രിഫർഡ്. സൈഡ് ലൈറ്റിംഗ് പിന്നെയും കുഴപ്പമില്ല.
സൈഡിൽ നിന്നാണ് വെളിച്ചം വരുന്നതെങ്കിൽ കുറച്ചും കൂടെ ആ ഗ്ലേസിംഗ് കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് വരുവാണെങ്കിൽ എന്താണ് അവിടെ കാണാനായിട്ട് ബുദ്ധിമുട്ടുകളായിരിക്കും. ഫ്രം ബോത്ത് സൈഡ് ലെയർ മേ കം. അപ്പൊ എന്താണ് സൈഡ് ലൈറ്റിംഗ് അഭികാമ്യമാണ്. സൈഡ് ലൈറ്റ് കുഴപ്പമില്ല, അതും ഇരുവശത്തു നിന്ന് വരാൻ പാടുള്ളൂ. ഇരുവശത്തു നിന്നും വരാമോ? ഒരു വശത്തുനിന്ന് വരുന്നത് ഇരുവശത്തു കൂടി മാത്രമായിരിക്കണം ലൈറ്റിംഗ് വരേണ്ടത്. ഓക്കെ. യെസ്. ഇവിടെ ഗ്ലെയർ എന്ന് പറയുന്നത് എന്താണ്? ഗ്ലെയർ എന്ന് വെച്ചാൽ എന്താ? ആ തിളങ്ങി കാണുന്നതിനാണോ? ഒരു തിളക്കം ഉണ്ടാവും അല്ലെ, ബോഡിന് തിളക്കം ഉണ്ടാവും. അതാണ് ഗ്ലെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലൈറ്റ്നിങ് വരുന്ന സമയത്തായിരിക്കും ഗ്ലെയർ നമുക്ക് കാണാൻ പറ്റുന്നത്. ചില ബോർഡുകൾ തന്നെ പല ടൈപ്സിലുണ്ടാവും അല്ലെ. പരുപരുത്ത ബോർഡ് ഉണ്ടാവും, നല്ല ഗ്ലേസിംഗ് ഉള്ള ബോർഡ് ഉണ്ടാവും. പിന്നെ ബോർഡിൽ തന്നെ എന്തെങ്കിലും വെട്ടും കുത്തൊക്കെ വന്നിട്ട് നമുക്ക് അക്ഷരങ്ങൾ എഴുതുമ്പോൾ കണ്ടിട്ടില്ല, ചില കോഴ്സിൽ ചിലപ്പോൾ 2 സെപ്പറേറ്റ് ഭാഗങ്ങളായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടായിരിക്കും ബോർഡ് വെച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ 3 സെപ്പറേറ്റ് ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഒറ്റ ഷേപ്പില്, അല്ലെങ്കിൽ പക്ഷെ കുറച്ച് ഭാഗം പൊങ്ങി നിൽക്കുന്നത്, കുറച്ച് ഭാഗങ്ങൾ താഴ്ന്ന് ചിലപ്പോൾ കുഴിയോ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടോ, പല ടൈപ്പിൽ നിന്ന് വരാറുണ്ട്. അപ്പൊ അങ്ങനെ നല്ല തിളക്കമുള്ള ബോർഡ് ആണെങ്കിലോ ലൈറ്റ്നിങ് വരുമ്പോ നല്ല ഭംഗിയായിട്ട് തന്നെ സൈഡിൽ നിന്ന് ലൈറ്റ്നിങ് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മൾ നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അല്ലാതെ ഇരുവശത്തു നിന്നും സൈഡിൽ നിന്നും ബാക്കിൽ നിന്നും എല്ലാ സൈഡിൽ നിന്നും ലൈറ്റിംഗ് വന്നാൽ എന്താണ് എഴുതുന്നത് കാണാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. എന്തുകൊണ്ടാണ്? ബോർഡിന്റെ തിളക്കം കൊണ്ട്, ഗ്ലെയർ കൊണ്ട് ശരിക്കും കാണാനായിട്ട് സാധിക്കില്ല. ഇനി നമ്മൾ അതിനൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത്, പഴയ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഇങ്ങനെ പാരപ്പറ്റുള്ള ക്ലാസ് ആണെങ്കിൽ, സൈഡ് ബാറുള്ള ക്ലാസ് ആണെങ്കിൽ ഒരു 4 മണിയായ സമയത്ത് സൂര്യന്റെ നല്ല വെട്ടം വരും. കേട്ടിട്ടുണ്ടാവില്ല, നല്ല വെട്ടമായിരിക്കും. പക്ഷെ ഫ്രണ്ടിലും സൈഡിലൊക്കെ ഇരിക്കുന്ന കുട്ടികൾക്ക് ആ വെട്ടം ഇങ്ങനെ ബോർഡിൽ വന്നിട്ടുണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടാവും പണ്ട്? നമുക്ക് അനുഭവം ബുദ്ധിമുട്ട് തോന്നും അല്ലെ? ടീച്ചർ ഒന്ന് മാറ്റി ബോർഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരും നമുക്ക് അനുസരിച്ച്. അങ്ങനെ സൈഡിൽ നിന്ന് ഒരു ലൈറ്റിംഗ് വരുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് പിന്നെ ഭംഗിയായിട്ട് അത് കാണാൻ പറ്റുന്നത്. ഓക്കെ. പഴയ ഷാനിബ, if it is electrical lightning tube, if electrical lightning tube lights are preferable, since spreaded lighting will be the focus of spotlight will be flare. ഇനി എങ്ങനെയുള്ള ലൈറ്റിംഗ് സംവിധാനമാണ് ഇവിടെ പറയുന്നത്? ഇങ്ങനെയുള്ളതാണ് ഏറ്റവും പ്രിഫറബിൾ ആയിട്ട് തോന്നുന്നതെന്നാണ് പറയുന്നത്. ട്യൂബ് ലൈറ്റ്സ് അല്ലേ? ട്യൂബ് ലൈറ്റ്സ് ആണ് കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത്. Then since spread lightning will be the spread lightning ആണെങ്കിലോ ഗ്ലെയർ വരും. എന്ത് വരാൻ ചാൻസ് ഉണ്ട്? ഗ്ലെയർ വരാൻ ചാൻസ് ഉണ്ട്. ഗ്ലെയർ വരുന്നത് അല്ലെ? അപ്പൊ അതായത് അങ്ങനെയല്ല പറയുന്നത്. ഇപ്പൊ ട്യൂബ് ലൈറ്റ്സ് എടുക്കുമ്പോൾ പ്രകാശം നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ പരന്ന രീതിയിലായിരിക്കും കാണാൻ പറ്റുന്നത് അല്ലെ? ഒറ്റ സ്ഥലത്തോട് മാത്രമായിരിക്കും അത് ഫോക്കസ് ചെയ്യുന്നത്. ആ ബോർഡ് കംപ്ലീറ്റ് നമ്മൾ ട്യൂബ് ലൈറ്റ്സ് ഇടുമ്പോൾ കണ്ടിട്ടില്ല, ട്യൂബ് ലൈറ്റ്സിന്റെ വെട്ടത്തിന് കുറച്ചുകൂടി വ്യത്യസ്തമാണ്, പരന്ന രീതിയിലാണ് അല്ലെ? എല്ലാവരുടെ രീതിയിലും ഒരേപോലെ നിൽക്കുന്ന രീതിയിലായിരിക്കും പ്രകാശം വരുന്നത്. അപ്പൊ എന്താണ്? ട്യൂബ് ലൈറ്റ്സ് ആണ് കാരണം പ്രകാശം പരന്ന രീതിയിലാണ് ഫോക്കസ് ഇടുന്നത്. അല്ലെങ്കിൽ സ്പോട്ട് ലൈറ്റുകളാണെങ്കിൽ എന്താണ്? സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൾബുകൾ, അതാവുമ്പോ എങ്ങനെയായിരിക്കും? നേരെ കറക്റ്റ് ആയിട്ടൊരു ഗ്ലേസ് തിളക്കത്തിലായിരിക്കും അത് കത്തുന്നത്. അതായത് ഓർഡറിൽ ഒരു ബൾബ് ഇടണം, അത് പറ്റില്ല എന്ന് പറയണേ? അതെ അതെ, അങ്ങനെയുള്ള ബൾബുകൾ പറ്റില്ല. അല്ലാതെ പരന്ന പ്രകാശം, അതായത് എല്ലായിടത്തും ഒരേപോലെ നൽകുന്ന പ്രകാശമാണെങ്കിൽ പ്രത്യേകിച്ച് ട്യൂബ് ലൈറ്റ്സുകളാണ് കുറച്ചും കൂടി അഭികാമ്യം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ബോർഡ് എവിടെയാണ് നമ്മൾ സൂക്ഷിക്കാറുള്ളത്? ബോർഡ് എവിടെയാ വെക്കാറുള്ളത്? സെന്ററിലായിരിക്കും. ഇവിടെ എന്താ പറയുന്നത്? The board should not be kept on the floor. Even if it is LKG backbench, students cannot see the lower parts of the board if it is kept on the floor. എന്താണ് പറയൂ? ബോർഡ് തറയിൽ
പറയൂ. വെച്ച് കഴിഞ്ഞാല് എന്ന വിധത്തില് വെക്കാൻ പാടില്ല. അപ്പൊ കുട്ടികൾക്ക് താഴത്തെ ഭാഗം കാണാൻ പറ്റില്ലല്ലോ. എന്താണ് ബാക്കിലിരിക്കുന്ന പറയുന്നത്? കുട്ടികൾക്ക് ഇസ്മോ ക്ലിയർ ആയില്ല, പറഞ്ഞു. താഴെ തട്ടുന്ന രൂപത്തില് വെക്കാൻ പാടില്ല. അപ്പൊ ബാക്കിലിരിക്കുന്ന കുട്ടികൾക്ക് അതിന്റെ അടിഭാഗം കാണാൻ പറ്റില്ലല്ലോ. കാണാൻ പറ്റില്ല അല്ലെ? താഴെ തട്ടുന്നത്, ഫ്ലോറിൽ തട്ടുന്ന രീതിയിലായിരിക്കരുത് ബോർഡ് സജ്ജീകരിക്കേണ്ടത്. എന്തുകൊണ്ടാണ്? ബാക്ക് ബെഞ്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസിന് ലോവർ പാർട്സ് കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോ ഇത് തറയിൽ സൂക്ഷിക്കാൻ സാധിക്കുമോ? ഇല്ല. തറയിൽ സൂക്ഷിക്കാൻ പറ്റുമോ? ഇല്ല, ഇല്ല, പറ്റില്ല. പറ്റും, പക്ഷെ അത് നല്ലതല്ല, നേരെ കാണാൻ പറ്റില്ല. യെസ്, ഓക്കെ. അപ്പൊ അങ്ങനെയാണ് എന്ത് വരുന്നത്? ഹൗ ടു അറേഞ്ച് ദ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത്. ബ്ലാക്ക് ബോർഡ് മാക്സിമം നല്ല സൈഡ് ലൈനിങ് വരുന്ന രീതിയിലായിരിക്കണം അത് തയ്യാറാക്കുന്നത്. പിന്നെ ട്യൂബ് ലൈറ്റ്സ് കുറച്ചുകൂടി അഭികാമ്യമാണ്. പിന്നീട് എന്താണ്, ഫ്ലോറിലായിരിക്കണം അത് തയ്യാറാക്കേണ്ടത്. ഇപ്പോ ഷുഡ് നോട്ട് ബി കെപ്റ്റ് ഓൺ ദ ഫ്ലോർ അല്ലെ? ബോർഡ് തറയിൽ സൂക്ഷിക്കാനായിട്ട് പാടില്ല. LKG സംബന്ധിച്ചിട്ട് ബാക്ക് ബെഞ്ചേഴ്സ് ആയ സ്റ്റുഡൻസിന് അത് കാണാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് തറയിൽ സൂക്ഷിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് കിട്ടിയായിരുന്നു 2 ചാപ്റ്റേഴ്സിന്റെ. ഓഫീസ് മാനേജ്മെന്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓഫീസ് മാനേജ്മെന്റ് മാത്രം 2 ഉണ്ടായല്ലോ. സ്കൂൾ മാനേജ്മെന്റ് ഉണ്ടായല്ലോ. ഒരെണ്ണം വന്നുള്ളോ? ഒന്നേ വന്നിട്ടുള്ളൂ. ഒന്നേ വന്നിട്ടുള്ളൂ ടീച്ചറെ. ഓഫീസ് മാനേജ്മെന്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ. നമ്മള് ഇപ്പൊ ബ്ലാക്ക് ബോർഡ് എങ്ങനെയാണ് ടൈപ്സ് പഠിച്ചു, അതിന്റെ യൂസ് നോക്കി, എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് നോക്കി. ഇനി നോക്കേണ്ടത് സീറ്റ് അറേഞ്ച്മെന്റ്സ് ആണ് കുട്ടികളുടെ. സീറ്റ് അറേഞ്ച്മെന്റ്സ് ഒരാളൊന്ന് വായിക്കാമോ? By Montessori method, students should sit freely on the floor. They can even lay down or turn back or rest their body in the convenient posture of them. Carpets are used in the nursery method, but it should have to be folded or spreaded by the children itself. The platform benches are used for അത് വേണ്ട sitting. വേണ്ട വേണ്ട വേണ്ടതോ. എന്താണ് മോണ്ടിസോറി മെത്തേഡിലെ കുട്ടികളോട് പറയുന്നത്? By Montessori method, the students should sit freely on the floor. ഫ്ലോറില് കുട്ടികളുടെ ഫ്രീ ആയിട്ട് ഇരിക്കാനാണ് മോണ്ടിസോറി മെത്തേഡിൽ പഠിപ്പിക്കുന്നത്. മോണ്ടിസോറി നിർദ്ദേശിക്കുന്നത് അല്ലെ? അപ്പൊ ഫ്ലോറിൽ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്? വളരെ ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് അല്ലെ, സ്വതന്ത്രമായിട്ട് ഇരിക്കാനായിട്ട് തറയിൽ ഇരിക്കാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയുമെന്നാണ് മോണ്ടിസോറി വ്യക്തമാക്കുന്നത്. ഇനി they can even lay down or turn back or rest their body in the convenient posture of them. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് കുട്ടികൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്? എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അവര് നിലത്തിരുന്ന് ചിലപ്പോൾ കിടക്കും. അതായത് അവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് അവർക്ക് ഇരിക്കാന്, പല ഷേപ്സിൽ ഇരിക്കാന്, പല രീതിയിൽ നീങ്ങാനും, ബോഡി ഏത് പോസ്ചറിലേക്ക് മാറ്റി ഇരുത്താനായിട്ടും അവർക്ക് സാധിക്കും അല്ലെ? ബോഡി മൂവ്മെന്റ്സ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് നടത്താനായിട്ട് കുട്ടികൾക്ക് എങ്ങനെ സാധിക്കുന്നു? ഒരു ഫ്ലോറിൽ ഇരിക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് മോണ്ടിസോറി മെത്തേഡിൽ പറയുന്നത്. ഓക്കെ, പക്ഷെ ഇന്നത്തെ കുട്ടികളൊക്കെ തറയിൽ ഇരുന്ന് പഠിക്കാവോ? ഇല്ല. ഇല്ല. ഈ മോണ്ടിസോറി സ്കൂളിലൊന്നും അപ്പൊ ചെയറുകളില്ല, നിലത്തിരുന്നിട്ട് തന്നെ പഠിക്കുക കുട്ടികള്. എന്താണ് മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് ഉള്ള സ്കൂളില്ലേ, അവിടെ കുട്ടികൾ നിലത്തിരുന്നിട്ടാണോ പഠിക്കുക? ഫ്ലോറിംഗ് ക്ലാസ് റൂമുകളായിരിക്കും. എന്താ ഡെസ്ക് ബെഞ്ച് ഒക്കെ ഉള്ള ഉണ്ടാവും, പക്ഷെ എന്തെങ്കിലും ആ ഒരു മെത്തേഡ് അനുസരിച്ചിട്ട് ഏതെങ്കിലും 2-3 ക്ലാസ് എങ്കിലും അങ്ങനെയായിരിക്കും ഫ്ലോറിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ കാർപ്പറ്റ്സോ ആക്റ്റീവ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിലത്തിരുത്തി ആക്ടിവിറ്റി പറയുന്ന ക്ലാസ്സുകൾ താഴെയായിരിക്കും. നിങ്ങൾ മോണ്ടിസോറി വിസിറ്റഡ് ക്ലാസ് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും സ്കൂളുകൾ കണ്ടിട്ടുണ്ടോ? യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മള് ഡയറക്റ്റ് കണ്ടിട്ടില്ല. സ്കൂളിൽ കണ്ടപ്പോ യൂട്യൂബിൽ എങ്ങനെ കണ്ടത്? എങ്ങനെയായിരുന്നു കണ്ടത്? ഇങ്ങനെ തന്നെ ഫ്ലോറിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ചെറിയ ടേബിള്, ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളതും. നമ്മുടെ ഇവിടെ
വീടിനടുത്ത് ഒരു മോണ്ടിസോറി സ്കൂളുണ്ട്, ചിരാഗ് എന്ന് പറയുന്ന. അവിടെ എല്ലാം ഫ്ലോറാണ്, കാർപ്പറ്റ്, ഗ്രീൻ കളർ കാർപ്പറ്റ് ആണ് കുട്ടികൾക്ക്. പിന്നെ ഓരോ കോർണറിലും അവർക്ക് വേണ്ടുന്ന മെറ്റീരിയൽസ് എല്ലാം ഉണ്ട്. അതെല്ലാം കുട്ടികൾക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് എടുക്കാവുന്ന രീതിയിൽ ചെറിയ താഴത്തായിരിക്കും വെച്ചിരിക്കുക. അവരത് എടുക്കും, അവിടെ തന്നെ കൊണ്ടുവയ്ക്കും. ഓക്കെ, അപ്പോ കുട്ടികള് ഫ്ലോറിൽ ഇരിക്കുന്നവർക്ക് കൺവീനിയൻസ് പോസ്റ്ററിൽ ഇരിക്കാൻ പറ്റുന്നത് അവരുടെ ബോഡി മൂവ്മെന്റ് ഫ്രീ ആക്കുന്ന തരത്തിലാണ് ശരിക്കും ഫ്ലോറിൽ അവിടെ ഇരുത്താനായിട്ട് മോണ്ടിസോറി മെത്തേഡ് സൂചിപ്പിക്കുന്നത്. ഇനി വെറും ഫ്ലോറിലാണോ ഇരിക്കുന്നത്? അല്ല അല്ലെ. കാർപ്പറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ദ നഴ്സറി മെത്തേഡ്. കാർപ്പറ്റ്സ് എന്താണ്? പരവതാനി. എന്താണോ? കാർപ്പറ്റിനല്ലേ പറയാ? പരവതാനി എന്ന് മലയാളത്തില് പറയും. നമ്മള് കാർപ്പറ്റ് എന്ന് തന്നെയല്ലേ പറയാ. പരവതാനി ഇപ്പൊ ആരും പറയില്ലല്ലോ. Okay, but it should have to be folded or spreaded by the children itself. അപ്പോ ഈ കാർപ്പറ്റ്സ് ഉപയോഗിക്കുന്നത് കുട്ടികൾക്ക് യൂസ്ഫുൾ ആണോ? എന്തുകൊണ്ടാണ് അങ്ങനെ അവർക്ക് യൂസ്ഫുൾ ആവുന്നത്? അത് അവസാനം അവർ തന്നെ അത് ഫോൾഡ് ചെയ്ത് വെക്കും. അവർക്ക് തന്നെ ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. കുട്ടികൾക്ക് തന്നെ മടക്കുകയോ പരത്തുകയോ ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പൊ അവിടെയും ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ കുട്ടികൾക്ക് അത് മടക്കി എടുക്കേണ്ടത് എങ്ങനെയാണ്, എങ്ങനെ അത് ഒതുക്കി വെക്കണം, എങ്ങനെ അത് നിവർത്തണം എന്നുള്ളൊരു മെത്തേഡ്. ഇപ്പൊ നമ്മളെ അംഗനവാടിയൊക്കെ ഉണ്ടല്ലോ, അംഗനവാടിയൊക്കെ ഏകദേശം ഈ മോണ്ടിസോറി മെത്തേഡ് ആയി വരുന്നില്ല ഇപ്പൊ ചില അംഗനവാടികളുണ്ട്. അതെ അതെ. ഇപ്പൊ നല്ലല്ലോ, മുമ്പ് മുതലേ അങ്ങനെ തന്നെയല്ലേ. അംഗനവാടിയിലൊക്കെ നിലത്ത് തന്നെയാണ് കുട്ടികൾ നിർത്തുക. അങ്ങനെ തന്നെ പറയാൻ പറ്റുമോ? എന്താണോ ഞാൻ പറയട്ടെ, നമ്മൾ അംഗനവാടിയില് ശരിക്കും പറഞ്ഞ ഒരു കാലഘട്ടം വരെയൊക്കെ ചില അംഗനവാടികളിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കാറേ ഇല്ല. കുട്ടികളൊന്നും ചെയ്യിപ്പിക്കാറില്ല, ഒരു ആക്ടിവിറ്റീസും ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നില്ല. കുറെ അംഗനവാടി കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ വെറുതെ കുട്ടികൾ അവിടെ കൊണ്ട് നടക്കുന്നു. ചിലപ്പോ അവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അവർക്ക് ഇത്രയും പെട്ടെന്ന് കുട്ടിയെ ഉറക്കി ഒരു 3:30 കുട്ടിയെ ഭക്ഷണം കൊടുത്ത് വിടാമെന്നൊരു മറ്റിലേക്ക് പഠിപ്പിച്ചിട്ട് അംഗനവാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യ ഒരു കാലഘട്ടങ്ങൾ മുഴുവൻ അങ്ങനെയായിരുന്നു. പിന്നീട് പിന്നെയാണ് ഈ ഒരു 2000 എന്താ പറയാ 2018-19 ആ ഒരു കാലഘട്ടത്തോടെ പിന്നെയും കുറെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് വരാൻ തുടങ്ങി. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ, ചില അംഗനവാടികൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും ടീച്ചേഴ്സ്. വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ അംഗനവാടി ടീച്ചേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നത്. ഒരു ഇലക്ഷൻ ഡ്യൂട്ടി വന്നു കഴിഞ്ഞാൽ ടീച്ചറിന് സ്കൂളിൽ അംഗനവാടിയിൽ ഇരിക്കാനുള്ള സമയമില്ല. കാരണം നമ്മളെ എന്ത് ടീച്ചേഴ്സാണ് നമ്മുടെ വീട്ടിൽ വരുന്നത് അല്ലെ. എല്ലാ സർവേക്കും വരുന്ന ഒരാളായിരിക്കും. അപ്പൊ എവിടെ ടീച്ചർ പഠിപ്പിക്കുന്നത്? പിന്നെയും ചെയ്യുമ്പോ ചെല്ലുന്നത് മറ്റേ കെയർ ടേക്കേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആയകൾ എന്ന് പറയില്ലേ, ആയ എന്നല്ലേ പറയുന്നത്? അതെ, ആയ. അവരെന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്താലായി അങ്ങനെയായി കേൾക്കുന്ന ഒരു സമയം വരും. പിന്നീട് ഇപ്പോഴാണ് പിന്നെയും കുറച്ചുകൂടി മാറ്റം വന്നിരിക്കുന്നത്. ആക്ടിവിറ്റി ഓറിയന്റഡ് ആയെങ്കിലൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് കുട്ടികളെ. ആദ്യമൊന്നും പുസ്തകങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം അംഗനവാടിയിൽ വെറുതെ വിടാന്നുള്ള വെറുതെ വിടാന്നുള്ളൊരു വട്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കുട്ടികൾ അംഗനവാടിയിൽ നിന്നല്ല കുറെ കുട്ടികൾ പഠിച്ചിരിക്കുന്നത് അക്ഷരങ്ങള്. LKG UKG തന്നെയാണ് ശരിക്കും വ്യക്തമായിട്ട് കുട്ടികളെ ലെറ്റേഴ്സിൽ പഠിക്കാനൊക്കെ ആരംഭിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാൻ പറ്റുന്ന കുറെ അമ്മമാരും ഇത് അറിയാൻ പറ്റും ഏതൊരു സമയത്താണ് കുട്ടി നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. അംഗനവാടിന്ന് കാര്യമായിട്ട് പാട്ടുകളൊക്കെയാണ് പഠിപ്പിക്കുക. ഞങ്ങൾ അംഗനവാടി ഒന്നും പഠിപ്പിക്കാറില്ല. ചില അംഗൻവാടിയില് നന്നായി കുട്ടികളെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഈ കേരള സംസ്ഥാനങ്ങൾ മുഴുവനായിട്ട് ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ പാട്ട് പോലെയൊക്കെ ഫുള്ളായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ചില അംഗനവാടിയില് ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ഇത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ കാർട്ടൂൺ വെച്ചു കൊടുക്കാറാണ് അധികം. അപ്പൊ ഞങ്ങൾ അംഗൻവാടിയിൽ പഠിച്ചു കഴിഞ്ഞ് LKG പോയ ഒരു കുട്ടിക്ക് ഒന്നും പഠിക്കാനുണ്ടായിരുന്നില്ല. ഒക്കെ പഠിച്ചിട്ടാ പോയത് ഇവിടുന്ന് മോനൊക്കെ. നല്ല ടീച്ചേഴ്സ് അംഗനവാടി ടീച്ചേഴ്സ് അങ്ങനെ വേണം. ഇത് ഞങ്ങളെ കുട്ടീനെയൊക്കെ വിട്ടാക്കിട്ടേ ഒന്ന് പെൻസിൽ പിടിക്കാനുള്ള ഒന്ന് പോലും അവർ പറഞ്ഞു കൊടുത്തില്ല. പെൻസിൽ പിടിക്കാനെങ്കിലും അറിയണ്ടേ കുട്ടികൾക്ക്? വെറുതെ ബാഗിൽ പെൻസിലും നന്നായിട്ട് പഠിപ്പിക്കുന്നതും ഉണ്ട്, പറ്റ മോശമായിട്ടില്ലതും ഉണ്ട്.
അല്ല ഇവിടെ എൻ്റെ കുഞ്ഞിന്റെ അംഗൻവാടിയിലാണെങ്കിൽ കളർ ചെയ്യിപ്പിക്കും, സെപ്പറേറ്റ് കളറിങ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും അംഗനവാടികളെ മോശമായിട്ട് പറഞ്ഞിരുന്നില്ല, പക്ഷെ അവരുടെ ഇല്ല, ടീച്ചേഴ്സ് ഞാൻ വിട്ടാക്കിയിട്ട് എനിക്കുണ്ടായ ഒരേ ഒരു ബെനിഫിറ്റ് കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ പഠിച്ചു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ വേറെ ഒന്നും, ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു പഠിച്ചു, അല്ലാതെ ഒന്നും പഠിച്ചിട്ടില്ല. ഇവിടെ നല്ല സെപ്പറേറ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ട് കുഞ്ഞുങ്ങൾ കളർ ചെയ്യുന്നത്, പാട്ട് പാടുന്നത്, കളിക്കുന്നതൊക്കെ വീഡിയോ നമുക്കൊരു ഗ്രൂപ്പിൽ ഇട്ട് തരും അവർ. ഓരോരുത്തരുടെയും സെപ്പറേറ്റ് ഇട്ട് തരുമായിരുന്നു. എന്റെ ചെറിയ മോക്ക് ഇപ്പൊ അംഗനവാടിയില് അങ്കണപ്പൂമഴ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഓരോ തീം വെച്ചിട്ട് അവര് ഓരോ അക്ഷരങ്ങളും കളറിങ്ങും എല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരു വലിയ ടെക്സ്റ്റ് ബുക്ക് അല്ലേ ലക്ഷ്മി? അതെ അതെ, അങ്കണപ്പൂമഴ. ഉണ്ടായിരുന്നു, അതിപ്പോ സ്റ്റോപ്പായി. ഇല്ല, അതിപ്പോഴും ഉണ്ട്. അതിന്റെ പുതിയത് വന്നിട്ടുണ്ട്. അതിൽ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്, കുറെ പടം വരയ്ക്കാൻ. അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ലതാണ് അല്ലേ ടീച്ചറെ? അങ്ങനെയൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികള് നമ്മൾ LKG പോകുന്നതിന് മുമ്പേ ഒരു അറിവ് നേടിയിട്ട് പോകുമ്പോ എത്ര നല്ലതായിരിക്കും അല്ലേ? അതെ, കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പൊ KG ടീച്ചേഴ്സിന് അത്ര ബുദ്ധിമുട്ടുകൾ വരില്ല, കുഞ്ഞുങ്ങൾ വേഗം പഠിക്കുകയും ചെയ്തോളൂ. അത്യാവശ്യം വ്യത്യാസം മനസ്സിലാക്കാനും ഒന്ന് പെൻസിൽ പിടിക്കാനൊക്കെ, പിന്നെ ഭക്ഷണം ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ ബെറ്റർ ആവും. പിന്നെ ഇറങ്ങി കഴിഞ്ഞിട്ട് എല്ലാവർക്കും അംഗനവാടിയുടെ അത് നമ്പരൊക്കെ എഴുതി അവരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ട്രോഫി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് കിട്ടുന്ന ട്രോഫിയാണ് അവരുടെ. അതുണ്ടാവും, ലാസ്റ്റ് ഡേ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമല്ലോ അവർ അംഗനവാടിയില്. അതുണ്ട്, അതെല്ലാ അംഗനവാടിയിലും ഉണ്ട്. ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അതാര് വരുമ്പോഴും പറയും എന്റെ ട്രോഫി ഉണ്ട്, ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കും. ഫസ്റ്റ് ട്രോഫി. ഓക്കെ, ഒന്നും കേൾക്കുന്നില്ലല്ലോ, എനിക്ക് മാത്രമാണോ? ഒന്നും പറഞ്ഞില്ലല്ലോ. ടീച്ചറെ വയ്യാഴികയൊന്നും മാറിയില്ല? ഫംഗ്ഷനുകൾ ഇങ്ങനെ അടുപ്പിച്ചെടുപ്പിച്ചാണ്, അതാണ് ബുദ്ധിമുട്ടായത്. 10:30 to 11:30, 11:30 to 12:30, 11:30 to 2:30, 2:30 to 3:30, കണ്ടിന്യൂസ് ക്ലാസ്സാണ്. നമുക്ക് സ്ട്രെയിൻ വരും, എനിക്ക് കുറെ ബുദ്ധിമുട്ടുണ്ട്. ഓൾറെഡി ഫുഡ് കഴിക്കാനുള്ള സമയമൊക്കെ തരില്ലേ ടീച്ചറെ? വരും, അതാണ് പറഞ്ഞത്. 1 മണി 12:30 കഴിഞ്ഞാൽ ഒരു 1:30 to 1:30 ടൈം ഉണ്ട്. ഒരു ഉള്ളൂ. ടീച്ചറെ വീട് അവിടെ നിന്ന് അടുത്താണോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്? കുറച്ച് മിസ്സിന്റെ ലാസ്റ്റ് ക്ലാസ് എത്ര മണിക്കാ? ലാസ്റ്റ് ക്ലാസ് ടൈമിലാ? 3:30. ലാസ്റ്റ് ക്ലാസ് 2:30 to 3:30. നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു പീരീഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഓഫ്ലൈൻ സ്കൂളില് പഠിപ്പിക്കുന്ന പോലെ തന്നെ അല്ലേ, രാവിലെ വന്നാൽ വൈകിട്ട്? ഓഫ്ലൈൻ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ 7 പീരീഡ് 8 പീരീഡ് ഒക്കെ കണ്ടിന്യൂസ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അറിയോ? ചില പീരീഡില് ഒട്ടും എന്താണെന്നൊക്കെ നമുക്ക് ഓരോ ആക്ടിവിറ്റി കൊടുത്തെങ്കിലും ചെയ്യിപ്പിക്കും. എങ്കിലും 19 പേര് ക്ലാസ്സിലുള്ളപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൺട്രോൾ ചെയ്യാനുള്ളത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോ ഓൺലൈൻ ആയിട്ട് മാത്രമാണോ ചെയ്യുന്നത്, ഓഫ്ലൈൻ ആയിട്ടില്ല? അതെ, ഓൺലൈൻ ആണ്. ഇനി ഫ്യൂച്ചറിൽ ഓഫ്ലൈൻ ഒക്കെ ആക്കാനുള്ള പദ്ധതിയൊക്കെ ഉണ്ടോ? ഞാനോ? ടീച്ചറല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട്. എനിക്കറിയില്ല, അറിയില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലുള്ളവർക്ക് വരാൻ പറ്റില്ലല്ലോ. പക്ഷെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അല്ലേ? ഇപ്പൊ തുടങ്ങിയിട്ട് കുറച്ചായെങ്കിലും ഒരുപാട് പേര് അറിഞ്ഞു തുടങ്ങി. മോണ്ടിസോറിക്ക് ഇപ്പൊ എത്ര ബാച്ചായി? 11 ബാച്ചായി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പൊ 4 MT4 ഇപ്പൊ നാളെ മറ്റന്നാൾ അവസാനിക്കും. 5 അത് കഴിഞ്ഞ് 2 മാസത്തിനുള്ളില് 2-3 മാസത്തിനുള്ളിൽ അവസാനിക്കും. ഏപ്രിൽ 15-നാണോ നെക്സ്റ്റ് കോൺവക്കേഷൻ? 12-ന്. മെസ്സേജ് കണ്ടിരുന്നോ? കണ്ടിരുന്നു. അതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തു തുടങ്ങിയോ? ഡാൻസ് പരിപാടികൾ? ഡാൻസ് പരിപാടി കഴിഞ്ഞു. ഞങ്ങളൊരു 7 പാട്ടൊക്കെ പഠിച്ചു.
ഡാൻസ് കളിച്ചായിരിക്കും ഉണ്ട് 10 നിങ്ങളുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. മോണ്ടിസോറി ക്ലാസ് മാത്രമാണോ എടുക്കുന്നത്? വേറൊന്നും കൂടി ഇല്ലേ? ഹോസ്പിറ്റൽ മാനേജ്മെന്റോ അങ്ങനെന്തോ എടുക്കുന്നുണ്ട്. അതില് ക്ലാസ് എടുക്കുന്നുണ്ട്. കാണാറുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സിൽ കാണാറുണ്ട് യൂട്യൂബില്. പിന്നെ ഇവിടെ PSC ഉണ്ടായിരുന്നു, PSC ക്ലാസ്സുകൾ എടുത്തിരുന്നു. നിങ്ങള് നെക്സ്റ്റ് കോൺവെക്കേഷൻ പ്രോഗ്രാമിന്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, നിങ്ങള് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒന്ന് നോക്കിയിട്ട് വരാമോ? നിങ്ങളൊരു ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് ബാക്കിയുള്ളതൊന്ന് വായിച്ചിട്ട് ഒന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാമോ നെക്സ്റ്റ് ക്ലാസ്സില്? കുറച്ച് പോർഷൻസ് ഓരോരുത്തർ എടുത്താലും മതി. സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് വരെ, അതായത് റാങ്കിങ് മെത്തേഡ്സ് വരെ. പറ്റില്ലെന്നാണെങ്കിൽ ഞാൻ എടുത്തോളാം, കുഴപ്പമില്ല കേട്ടോ. ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. എവിടെ മൂലമാണ് ടീച്ചർ? സീറ്റ് അറേഞ്ച്മെന്റ്സിലെ സെക്കൻഡ് പാരഗ്രാഫ് തുടങ്ങി. ദെൻ പ്ലാറ്റ്ഫോം ബെഞ്ചസിന്റെ അറേഞ്ച്മെന്റ്സ് ആണ് ഇതിൽ പറയുന്നത് കംപ്ലീറ്റ്. ഒന്ന് നോക്കിയിട്ട് വരാം. അറിയില്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം കേട്ടോ, പറയാൻ പറ്റുന്നില്ലെന്നാണ്. പിന്നെ നിങ്ങളുടെ റെക്കോർഡൊക്കെ കംപ്ലീറ്റഡ് ആയോ? മിസ് എഴുതിക്കൊണ്ടിരിക്കുന്നു. റെക്കോർഡ്സ് ഇല്ലേ? എന്തൊന്നുമില്ലേ? മിസ് 5 നമുക്ക് 3 ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പ്രാക്ടിസേഷന്റെ ക്ലാസ്സുകൾ വരും. അപ്പൊ എന്റെ ക്ലാസ്സുകളിൽ വേറൊരു മിസ്സായിരിക്കും, അശ്വതി മിസ്സായിരിക്കും ഇത് വരുന്നത്. വേറൊരു അശ്വതി മിസ്സാണ്, ഇംഗ്ലീഷ് അല്ല, വേറൊരു അശ്വതി. PG എടുത്തത് തന്നെ അശ്വതി മിസ്സായിരിക്കും അല്ലേ? ഹൈറ്റുള്ള മിസ്. ടീച്ചർ ആയിരിക്കും എന്റെ പീരീഡില് നിങ്ങൾക്ക് പ്രാക്ടീസ് പഠിപ്പിക്കാനല്ലേ പ്രാക്ടിക്കലിനെ, അതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എന്റെ പീരീഡൊക്കെ ചിലപ്പോൾ ഇനി കുറച്ച് ക്ലാസ് കഴിയുമ്പോഴേക്കും ടീച്ചർ ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ മിസ്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. യെസ്, സൈൻ ഓഫ് പറയട്ടെ മാം. അപ്പൊ സൈൻ ഓഫ് ആരാടാ? ദിവ്യ. ദിവ്യ കണ്ടില്ലടോ? എന്താണ്? ഞാനിതിൽ നോക്കുമായിരുന്നു, പേര് കണ്ടില്ല, അതുകൊണ്ട്. ഓക്കെ ഓക്കെ, ശബ്ദങ്ങൾ താങ്ക് യു. Thank you, Miss Adra, for taking the topic, how to arrange the blackboards. I hope everybody understood, and I would like to end the session with a beautiful thought. Humility. There is nothing more beautiful than a kind person with a big heart, a strong personality, and a great sense of humor. If you find someone like that, keep them in your life. പറയുന്നത് വലിയൊരു ഹൃദയമുള്ള മനസ്സ്, ഒരു ദയവുള്ള, സോറി മിസ്, ഒരു ക്രാക്ക് ഉണ്ട് തൊണ്ടയ്ക്ക്, അതുകൊണ്ടാണ്. വലിയ ഹൃദയവും വലിയൊരു ദയവുള്ള മനസ്സുള്ള ഒരു വ്യക്തിയേക്കാൾ മനോഹരമായ മറ്റൊന്നുമില്ല. ഒരു ശക്തമായ ഒരു പേഴ്സണാലിറ്റിയും മികച്ച ധർമ്മബോധവുമുള്ള ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ അയാളെ ജീവിതത്തിൽ എന്നും നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കണം. താങ്ക് യു മിസ്. Thank you. Thank you, miss. Thank you so much. നമ്മള് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടല്ലേ കാണുന്നേ? ആണോ?